അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരവികസന സ്തംഭനത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം. മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിനായി നഗരവികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പായ നഗരവികസനത്തിന്റെ സ്തംഭനത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം. 1.5 വർഷം മുൻപ് ആരംഭിച്ച നഗരവികസന പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിനായി നഗരവികസന ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഒപ്പുശേഖരണത്തോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. മൂവാറ്റുപുഴ നഗരസഭ മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടത്തിയ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം വിവിധ മേഖലകളിൽ നിന്നുള്ള 10 പ്രതിനിധികൾ ഒരേ സമയം ഒപ്പുരേഖപ്പെടുത്തി നിർവഹിച്ചു. 1.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച നഗരവികസന പ്രവർത്തനം 7 മാസത്തോളമായി നിലച്ചുകിടക്കുന്നതിനെതിരെ നഗരവികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭീമഹർജി ഒപ്പുശേഖരണത്തിൽ സ്വയം തയ്യാറായി വന്നവരാണ് പങ്കെടുക്കുന്നതെന്നും മൂവാറ്റുപുഴയുടെ വികസനത്തിനാണ് ഇവിടെ തുടക്കമാകുന്നതെന്നും അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. മൂവാറ്റുപുഴയിലെ ഒരു ശബ്ദമായി തന്നെ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് തുടക്കം കുറിച്ച ഒരു ജനകീയ വികസന സമിതിയുടെ കൂട്ടായ്മയുടെ 68 സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. വ്യാപാരികളടക്കമുള്ള മുഴുവൻ പ്രതിനിധികൾ കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ എത്തി എന്ന് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവമാണ് ഞങ്ങൾ പുറത്തോട്ട് കാണിക്കുന്നത്. ഈ മൂവാറ്റുപുഴയിൽ അറിയുന്ന ആളുകളും മൂവാറ്റുപുഴയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കും അറിയാം മൂവാറ്റുപുഴയുടെ അവസ്ഥ. ഒരുപാട് കാര്യങ്ങളിലോട്ടും പുറകിലോട്ടും പോകുന്നില്ല. കാരണം മൂവാറ്റുപുഴയിൽ നിന്ന് കിടക്കുന്ന പദ്ധതികൾ പറഞ്ഞാൽ ഇവിടെ തികയില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ ജനകീയ വികസന സമിതിയുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഇപ്പോൾ ഈ ടൗണിൽ നിലച്ചു കിടക്കുന്ന നഗരവികസനം അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2018 മുതൽ തയ്യാറായ ഒരു പദ്ധതി ഇപ്പോൾ നിലച്ചു കിടക്കുന്ന അവസ്ഥ. മാസങ്ങളായി 7-8 മാസങ്ങളായി പൊളിച്ചിട്ട റോഡ് സഞ്ചരിക്കാൻ യോഗ്യമല്ലാണ്ട് ഒരു വാഹനം നിർത്താൻ സൗകര്യമില്ലാത്ത രീതിയിൽ ഒരു ബസ് സ്റ്റോപ്പില്ലാത്ത അവസ്ഥയിൽ നിലവിലൊരു അന്യസംസ്ഥാന തൊഴിലാളി വരെ റോഡിൽ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളായി ഇല്ലാത്ത അവസ്ഥയിലാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓരോ കുടുംബത്തിൽ നിന്നും ഒരാളെന്ന രീതിയിൽ മൂവാറ്റുപുഴയിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരെയും വിളിച്ചു ചേർത്തതല്ല, സ്വയം ഞങ്ങളുമുണ്ട് ഈ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ്. ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടോ വന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. ഇത് മൂവാറ്റുപുഴയിലെ സമസ്ത മേഖലയിലും ഉൾപ്പെടുന്ന ജനങ്ങളിൽ മൂവാറ്റുപുഴയുടെ ഒരു വികാരം ഇന്ന് എല്ലാ അധികാരിക വർഗങ്ങളെയും ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ അറിയിക്കാനുള്ളൊരു സൂചനയാണ്. ഇന്നലെ പത്രമാധ്യമങ്ങളടക്കം വലിയ പിന്തുണ തന്ന പത്രമാധ്യമങ്ങളടക്കമില്ല. കാരണം അവർക്കും അറിയാം സത്യാവസ്ഥ. ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് മൂവാറ്റുപുഴയുടെ ഒരു വികാരത്തിൻ്റെ തുടക്കമാണ്, മൂവാറ്റുപുഴയുടെ ഒരു വികസനത്തിൻ്റെ ഒരു തുടക്കമാണ്. നഗരത്തിലെ 68ഓളം സംഘടനകളുടെ ഭാരവാഹികൾ, വിവിധ റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ബസ്, ആംബുലൻസ്, ഓട്ടോ ഡ്രൈവർമാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, വനിതാ തൊഴിലാളികൾ, വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വൻ ജനാവലി ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. നഗരത്തിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാണെന്നും സ്കൂളുകളിലേക്കും തിരികെ വീടുകളിലേക്കും എത്തുന്നതിന് താമസം നേരിടുന്നതായും എത്രയും പെട്ടെന്ന് നഗരവികസനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഒപ്പുശേഖരണത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങൾ ഈ മോറ്റ നഗരസഭയിലെ ഒരു സ്കൂളിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളിലും പോകുന്നതും വരുന്നതും ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം റോഡിന് വീതിയില്ല, ട്രാഫിക് ആണ്. ഒരിക്കലും രാവിലെയും വൈകുന്നേരം ട്രാഫിക്കാണ്. എപ്പോൾ നോക്കിയാലും ട്രാഫിക് ഉണ്ട്. മഴ പെയ്താലോ കുണ്ടും കുഴിയും വെള്ളവും നിറഞ്ഞ് ഒരു രക്ഷയുമില്ല പോയി വരാൻ. അപ്പൊ കുറെ താമസിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പേരൻസിന് പേടിയാവും, പേരൻസ് പേടിക്കും, വിളിക്കും. സ്കൂളായതുകൊണ്ട് ഫോൺ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ അത് കാരണം വിളിച്ചു പറയാനും ഒന്നും പറ്റുകയില്ല. അപ്പോ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിൽ 1 മണിക്കൂറിനുള്ളിൽ 2000ഓളം ഒപ്പുകൾ രേഖപ്പെടുത്തി. നഗരവികസന ജനകീയ സമിതി ഭാരവാഹികളായ അജ്മൽ ചക്കുങ്കൽ, മോഹൻദാസ് എസ്, പ്രമോദ് കുമാർ മംഗലത്ത്, സുർജിത് എസ് എന്നിവർ നേതൃത്വം നൽകി. 3 ദിവസങ്ങളായി 1 ലക്ഷത്തോളം ഒപ്പുകൾ സമാഹരിക്കാനാണ് ജനകീയ സമിതി ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഒപ്പുശേഖരണത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.